No to drugs and yes to life. 3 വർഷമായിട്ട് ഇവിടെ എക്സൈസ് കമ്മീഷണറായിട്ട് ജോലി ചെയ്ത ശേഷം ഞാൻ മനസ്സിലാക്കിയത് ഒരു കാര്യം, ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്, ബാറുകളിൽ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ മദ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് തമ്മിൽ അത് ബാറുകൾ കൂട്ടിപ്പോയി, അതുകൊണ്ടാണ് അതിനകത്ത് ആളുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് ശരിയായ കാര്യമല്ല. അവർക്ക് ഇഷ്ടമനുസരിച്ച് അവർ ചെയ്യുന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്തു, പക്ഷേ ബാറുകളില്ലാത്ത സമയത്തിൽ വ്യാജമായിട്ട് ഉണ്ടാക്കാൻ്റെ കാര്യങ്ങൾ ഒരുപാട് കൂടി. അതൊരു സത്യം തന്നെയാണ്. ആളുകൾ തന്നെത്താൻ ഉണ്ടാക്കുന്നു, വാട്ടുണ്ടാക്കുന്നു, ഇല്ലിസിറ്റ് ഒരു ഏത് രീതിയിലാണെങ്കിലും അവർക്ക് തന്നെത്താൻ ഉണ്ടാക്കാനുള്ള പ്രവണത ആ സമയത്തിൽ ബാറുകളില്ലാത്ത സമയത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നു എന്ന് സത്യമാണ്. അത് ഈ ബാറുകൾ തുറന്ന ശേഷം അത്രയും ആ പ്രവണത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഈ 2014 ശേഷം ലഹരി വസ്തുക്കളുടെ ഉപയോഗം ധാരാളം കൂടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വേറെ രീതിയിലും നമുക്ക് വേണമെങ്കിൽ നമ്മൾ വ്യാഖ്യാനിക്കാം. ആ സമയത്തിലാണ് ഞങ്ങളൊക്കെ വന്നത് ഇവിടെ. ഒരു പക്ഷേ ഞങ്ങൾ കൂടുതൽ കേസ് ഞങ്ങൾ എടുക്കാൻ തുടങ്ങി ആ രീതിയിലും ആവാം. നമുക്ക് കാണേണ്ടത് ആ രീതിയിലാണ്. ആളുകൾ ഇത് കുടിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കാതെ ലഹരി വസ്തുക്കൾ എവിടെയൊക്കെയാണ് ഇതിൻ്റെ വിൽപ്പന നടത്തുന്നത്, വിതരണം നടക്കുന്നത് നമ്മൾ നേരിട്ട് അവരെ പിടിക്കുക. അത് പിടികൊണ്ട് ഇപ്പോൾ നേരത്തെ പോലുള്ള അത്രയും പെട്ടെന്ന് ഇത് കിട്ടാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോൾ കുറേ നിയന്ത്രണം വന്നിട്ടുണ്ട്, ഞങ്ങൾക്കറിയാമല്ലോ. ഇല്ലെങ്കിൽ പണ്ട് 1-2 വർഷം മുമ്പ് ഇവിടെ ഏത് ജംഗ്ഷനിൽ പോയാലും വളരെ സുഗമമായിട്ട് ഈ സാധനങ്ങൾ കിട്ടുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവർക്കും മനസ്സിലായി. കാരണം 1000 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ ഞങ്ങൾക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ 1.5 വർഷത്തിൽ. 1000 കോടി എന്ന് പറഞ്ഞു വെച്ചാൽ ചെറിയ സംഖ്യ അല്ല. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം തന്നെ അത്രയും സാധനങ്ങൾ, അത്രയും വിലയിലുള്ള ലഹരി വസ്തുക്കൾ കഴിഞ്ഞ 70 വർഷത്തിലും പിടിക്കാൻ പറ്റിയില്ല. അത് ഞങ്ങൾ 2 വർഷത്തിലാണ് പിടിച്ചത്. അപ്പോൾ നേരത്തെ 2 വർഷത്തിൽ പിടിച്ചത് കൊണ്ട് ഇവിടെ പെട്ടെന്ന് ഇതിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അത് ആളുകൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളുടെ സർക്കാരിൻ്റെ പ്രയോറിറ്റി ഇല്ലായിരിക്കാം, പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിന് പ്രയോറിറ്റി ഉണ്ട്. ഇത് വളരെ ചിന്താപരമായ ഒരു വിഷയമാണ്. അത് സമൂഹത്തിൽ കൂടുതൽ വർദ്ധിച്ചൂടാ. എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സാധനങ്ങളും നമ്മൾ പിടിച്ചിരിക്കണം. അതിൻ്റെ ഭാഗത്തിലാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഈ ബാറുമായി ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ബാർ പൂട്ടുകയോ ബാർ തുറക്കുകയോ അത് തമ്മിൽ അത് ഒരു കണക്ഷൻ ഒന്നും കാണരുത്. അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു വെച്ചാൽ ഇവിടെ കഞ്ചാവായാലും ലഹരി വസ്തുക്കളായാലും പുകയില സാധനങ്ങളായാലും കേരളത്തിൽ ഇത് ഉൽപ്പാദനമില്ല. കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്നത് 10,000-20,000 ഹെക്ടറിൽ. ഇനിയും ആന്ധ്രാപ്രദേശിൽ മാത്രം 20,000 ഹെക്ടറിൽ കഞ്ചാവ് കൃഷിയുണ്ട്. അത് അവിടുത്തെ എക്സൈസ് കമ്മീഷണർമാർ വന്ന് പറയുന്നുണ്ട്. പക്ഷേ കഞ്ചാവ് കൃഷി നമ്മളിവിടെ ഇടുക്കിയിലോ ഇല്ലെങ്കിൽ വേറെ ഏത് വയനാടിലോ ഒക്കെ പോയി, നമ്മുടെ പാലക്കാടിലോ പോയി നമ്മൾ നശിക്കുന്നത് പോലെ അത്രയും അല്പമല്ല. അവിടെ ഇത് ചെയ്യുന്നതിന് ഒരു പക്ഷേ ചില മാവോയിസ്റ്റുകാരും കൂടിയുണ്ട്. അവർക്ക് നേരിട്ട് പോയി പോലീസിനെ അനായാസമായിട്ട് പോലീസിന് അവിടെ പോയി ഇതൊക്കെ നമ്മളെ നശിപ്പിക്കാൻ അവർക്ക് പറ്റുന്നൊന്നുമില്ല. അവിടെ പോലീസ് പോകുന്നത് ഹെലികോപ്റ്റർ വഴിയാണ്. ആരും ഇല്ലാത്ത സമയത്തിൽ ഹെലികോപ്റ്റർ വഴി പെട്ടെന്ന് ഇറങ്ങുന്നു. കുറേ ഈ കഞ്ചാവ് കൃഷിയുള്ള പാടങ്ങളെ അവർ കത്തിവെക്കുന്നു, അവർ നശിപ്പിക്കുന്നു, ഉടനെ ഹെലികോപ്റ്ററിൽ കയറുന്നു, പോകുന്നു. അങ്ങനെയുള്ള അവസ്ഥ ഇന്ത്യ രാജ്യത്തിനും ഉണ്ട്. ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ 20,000 ഹെക്ടർ ഇതിൻ്റെ കഞ്ചാവ് കൃഷി ആന്ധ്രാപ്രദേശിൽ മാത്രമാണ്. എത്രത്തോളം തെലങ്കാന, ഒഡീസ, ഛത്തീസ്ഗഡിൽ എത്രത്തോളം കൂടുതലുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയാത്തൊരു അവസ്ഥയാണ്. മുഴുവൻ കഞ്ചാവ് 100% കഞ്ചാവ് മറന്നത് ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ റോഡ് മാർഗമാണ് മറന്നത്, പിന്നെ റെയിൽവേ മാർഗം. പിന്നെ ഈ സിന്തറ്റിക് ഗുളികൾ, ഈ കുറേ നമ്മൾ പഠിച്ചു പോയ കുറേ ഈ ഹൈ ക്ലാസ് സൊസൈറ്റിയിലെ ഈ പയ്യന്മാരും ഈ ഫാമിലി ഇതൊക്കെ ഉപയോഗിക്കുന്ന കഞ്ചാവല്ല. അവർ ഉപയോഗിക്കുന്ന കഞ്ചാവല്ല. അവർ ഈ LSD സ്റ്റിക്കർ,
പിന്നെ വേറെ തരത്തിലുള്ള ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ഓപ്പിയം, ഇതെല്ലാം വരുന്നത് ബാംഗ്ലൂർ, ചെന്നൈ, ഗോവ, കോയമ്പത്തൂരിൽ നിന്നാണ്. ഒരു സംശയമില്ല. ഞങ്ങളുടെ പിടിച്ച ആളുകൾ ഞങ്ങളുടെ ദിവസം ചോദിക്കുന്നുണ്ട്, അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ജസാൽ ഞാൻ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്, ഞാൻ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. മൈസൂർ ആയിരക്കണക്കിലെ ഗുളികൾ ഞങ്ങൾ പിടിച്ചെടുക്കുന്നത് എല്ലാം മൈസൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന ചെയ്യുന്ന ആളുകളാണ്. റോഡ് മാർഗവുമാണ് അവിടെ 95% കഞ്ചാവ് കേരളത്തിന് വരുന്നത്, 5% വരുന്നത് റെയിൽവേ മാർഗവുമാണ്. സിന്തറ്റിക് ഗുളികളെല്ലാം കടൽ മാർഗവും എയർപോർട്ട് വഴിയും റോഡ് മാർഗവും ഒക്കെയാണ് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇത് ഒരു ഉപയോഗിക്കുന്ന ഒരു 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 സെൻറ്ററായിട്ട് മാറിയിരിക്കുന്നു കേരളം. സാധനങ്ങളെല്ലാം വരുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അതിന് ചെക്കിങ്ങൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട്, കേരള പോലീസും ചെയ്യുന്നുണ്ട്. ഈ GST ഒക്കെ വന്ന ശേഷം വെറുതെ വാഹനങ്ങളൊക്കെ നിർത്തി നമ്മൾ പരിശോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് കേരളവും പറയുന്നത് വാഹനങ്ങളുടെ അങ്ങോട്ടും നമ്മുടെ വരവും പോക്കും വളരെ ഈസി ആയിരിക്കണമെന്നാണ്. വെറുതെ പോലീസോ ഇല്ലെങ്കിൽ എക്സൈസോ ഇല്ലെങ്കിൽ ട്രാൻസ്പോർട്ടുകാർ അവിടെ തടയുക, ചെക്ക് ചെയ്യുക, ഒരു ഹാരസ്മെൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും ഞങ്ങൾ ഇത് വണ്ടികൾ എല്ലാ ചെക്ക് പോസ്റ്റ് മുഖ്യമായ 43 എക്സൈസ് ചെക്ക് പോസ്റ്റുകൾ കേരളത്തിലുണ്ട്. മുഖ്യമായ 5 ചെക്ക് പോസ്റ്റുകൾ 6ആണ്. അമരവിള, തിരുവനന്തപുരം, കൊല്ലം, അരിയങ്കാവ്, ഇടുക്കി കുമളി, പാലക്കാട് നമ്മുടെ ഇത് വാളയാർ, പിന്നെ മഞ്ചേശ്വരം, കാസർഗോഡ്. ഇതാണ് ഈ 5 ഈ. അപ്പോൾ അവിടെ ഞങ്ങൾ കർശനമായിട്ട് കഴിയുന്നവരെ വണ്ടികൾ ഞങ്ങൾ തടയുന്നുണ്ട്. വണ്ടികളൊക്കെ നമ്മുടെ കൈ കൊണ്ടോ ഒക്കെ കുറേ ബാഗ് ഒരു യാദൃച്ഛമായിട്ട് ഒരു ചെക്ക് ചെയ്യാനല്ലാതെ വേറെ രീതിയിൽ ചെയ്യാനുള്ള ഞങ്ങൾക്ക് പരിധിയുണ്ട്. ഒരു മൊത്തം വണ്ടിയെ ഒരു സൈഡിൽ നിർത്തി ആളുകളൊക്കെ പുറത്താക്കി മുഴുവൻ സാധനങ്ങൾ പരിശോധിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ഇല്ല. അവർ ചെയ്താൽ അതിന് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടാവും. പക്ഷേ സംശയപ്രദമായ വാഹനങ്ങൾ നമ്മുടെ ചെക്ക് ചെയ്യണമുണ്ട്, കുറേ പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ 1000 കോടി സാധനങ്ങൾ ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. പുതിയ പദ്ധതിയാണ്, ഏറ്റവും വലിയ പദ്ധതി വിമുക്തിയാണ്. 3 രീതിയിലാണ് ഞങ്ങളിത് കൈകാര്യം ചെയ്യുന്നത്. സ്കൂൾ കോളേജുകളിൽ ഞങ്ങൾ ആദ്യത്തെ ഇത് പിടിക്കുന്നതിന് മുമ്പ് കുട്ടികളെ കുട്ടികൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും ബെസ്റ്റ് സിറ്റുവേഷൻ. അപ്പോൾ കുട്ടികൾ വേണ്ടാന്ന് പറയുമ്പോൾ കുട്ടികളോട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഈ ലഹരി വസ്തുക്കളുടെ ഇതിൻ്റെ അത് പട്ടുപോയാൽ അതുകൊണ്ട് അവർ രോഗിയായിട്ട് മാറുന്നു, പിന്നെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുവരാനുള്ള ആവശ്യമുണ്ടാവും. അത് ഞങ്ങൾ തന്നെ പോയി സ്കൂളുകളിൽ പോയി പറയുകയാണ്. 13,000 ക്ലാസ്സുകൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷം എടുത്തു. ഞാൻ തന്നെ 600 കോളേജ് സ്കൂളിൽ ഞാൻ തന്നെ പോയിട്ട് വന്നു. 600, അതായത് ഒരു ദിവസം മിനിമം ഒരു സ്കൂൾ കോളേജിൽ ഞാൻ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ രീതിയിൽ കുട്ടികളെ അത് മനസ്സിലാവുന്നുണ്ട്. കുറേ കുട്ടികൾ ഇത് വേണ്ടാതെ, ഈ സാധനം ശരിയല്ലാതെ അവർ വേണ്ടെന്ന് പറഞ്ഞായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞങ്ങൾ പിന്നെയാണ് എക്സിക്യൂഷൻ, എൻഫോഴ്സ്മെൻറ്റ്. എവിടെയാണ് ഇതിൻ്റെ വിതരണം, ഉൽപ്പാദനം, അത് ഞങ്ങളെ കർശനമായി ഈ പരിശോധനകൾ ഞങ്ങൾ നടത്തുന്നു, അവരെ പിടിക്കുന്നു. സ്കൂൾ കോളേജാണ് ഞങ്ങൾ കാര്യം ഏറ്റവും കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു പുതിയ പദ്ധതി ഞങ്ങൾ ഉണ്ടാക്കി. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളും ഞങ്ങൾ ഏറ്റെടുത്തു. 3000 ആദ്യമായിട്ട് 3000 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഓരോ എക്സൈസ് ഓഫീസർ കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു കോട്ടൺ ഹിൽ സ്കൂൾ ഞാൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പലുമായി ഞാൻ ഒരാഴ്ചയിൽ സംസാരിക്കും. പ്രിൻസിപ്പലിന് എന്താണ് വേണ്ടത് ചോദിക്കും. ആ കോട്ടൺ ഹിൽ സ്കൂളിൽ പരസ്യത്തിൽ എന്തെങ്കിലും വിതരണമോ അല്ലെങ്കിൽ വിൽപ്പനയോ ഉണ്ടോ, മാഡം എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടോ, ടീച്ചേഴ്സിന് ഇൻഫോർമേഷൻ ഉണ്ടോ, അത് ഞാൻ ചോദിക്കും. ഈ ഇടയ്ക്ക് കാലത്തിൽ ഞാൻ തന്നെ ക്ലാസ് പോയി എടുത്തു. അവർക്ക് പരീക്ഷയെ സംബന്ധിച്ച് സാർ എന്തെങ്കിലും ഈ ശല്യമൊന്നുമില്ല, അപ്പോൾ അത് പരീക്ഷാ ഭയത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്ലാസ് ഏർപ്പാട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ സൈക്കോളജിസ്റ്റ് ലേഡിയെ ഞാൻ ആ സ്കൂളിലേക്ക് അയച്ചു. അവർ ആ ക്ലാസ് എടുത്തു. അവർക്ക് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. അതുപോലെ ഓരോ ഓഫീസർ ഈ 3000 സ്കൂൾ കോളേജുകളിൽ പോയി അവരോട് സംസാരിക്കുന്നുണ്ട്. ആ ഏരിയയിലുള്ള ആ സ്കൂളിനെ സംബന്ധിച്ച് ഈ ലഹരി വസ്തുക്കളെ സംബന്ധിച്ചുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ആ ഓഫീസർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണം ഞങ്ങൾക്ക് ഉണ്ട്. ബോധവൽക്കരണം, നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ്. പിന്നെ മൂന്നാമതാണ് ഇതിൻ്റെ അത് പട്ടുപോയി അതിൻ്റെ രോഗിയായിട്ട് മാറിപ്പോയി കുട്ടി. അതിനു വേണ്ടിയാണ് ഈ കേരള സർക്കാർ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം 14
ഓരോ ജില്ലയിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതിന് പട്ടുപോയ കുട്ടികളെ കൊണ്ടുവരിക, അവരുടെ ചികിത്സ നടത്തുക. ഇപ്പം ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും എല്ലാ ഡി അഡിക്ഷൻ സെൻറ്ററിലെ ആളുകളുമുണ്ട്, കുട്ടികളും ഉണ്ട്. നാലാമത്തെ 3 ഈ നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററും ഞങ്ങൾ തുടങ്ങി. ചിലപ്പോൾ ആശുപത്രിയിൽ പോകാനുള്ള ആവശ്യമില്ലായിരിക്കാം, പറഞ്ഞ് തീർക്കാനേ ഉള്ളൂ. അമ്മ അച്ഛന്മാർ കുട്ടികളും ഈ 3 കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് പറഞ്ഞു. അവിടെ ഒരു സോഷ്യോളജിസ്റ്റുണ്ട്, ഒരു സൈക്കോളജിസ്റ്റുണ്ട്. ഒരു ഓഫീസ് ഈ ഓഫീസിൽ തന്നെ പ്രവർത്തിക്കുന്നു, നമ്മുടെ തിരുവനന്തപുരത്തിൽ. രണ്ടാമത്തെ ഓഫീസ് എറണാകുളം കച്ചേരിപ്പടി എക്സൈസ് ഓഫീസിൽ പ്രവർത്തിക്കുന്നു. മൂന്നാമത്തെ ഓഫീസ് കോഴിക്കോടിൽ പ്രവർത്തിക്കുന്നു. അവിടെ രണ്ട് ആളുകൾ അവിടെ ഇരിക്കുന്നു. ഇഷ്ടംപോലെ ആളുകൾ വന്ന കാര്യങ്ങൾ ചോദിച്ച് പോകുന്നുണ്ട്. These are the three ways by which we are trying to reduce the menace of drugs in the society. എല്ലാ ശനിയാഴ്ച കഴിയുന്നവരെ ഞാൻ അവരോട് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ശനിയാഴ്ച അവർക്ക് സ്കൂളിൽ അവധി ഉണ്ടെങ്കിൽ ആ ദിവസത്തിൽ പാരൻസുമായി ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളെക്കാൾ കൂടുതൽ സംസാരിക്കാനുള്ള ആവശ്യം പാരൻസിനോടാണ്. ഈ ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ പാരൻസ് ഒരു കാര്യമായിട്ട് ഒരു സഹകരണം പാരൻസിൽ നിന്ന് ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടി ഇതിനെ പട്ടുപോയി ആണെങ്കിൽ അത് മനസ്സിൽ വെച്ച് നടക്കും, അവർ ആരോട് പറയില്ല. അമ്മ ആണെങ്കിൽ നാട്ടുകാരറിയേണ്ട, ബന്ധുക്കളറിയേണ്ട, ടീച്ചേഴ്സ് അറിയേണ്ട, കൂട്ടുകാരറിയേണ്ട ആ ഒരു ചിന്തയിലാണ്. ഈ ചിന്ത കൊണ്ട് കുട്ടിക്ക് ലാഭമൊന്നുമില്ല. കുട്ടീൻ്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ അവർ ആദ്യത്തെ കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. കുട്ടി ഈ ലഹരി വസ്തുക്കൾ കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിന് കുറേ ലക്ഷണങ്ങളുണ്ട്. അത് പഠനത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, മാർച്ച് കുറഞ്ഞിരിക്കും, ശരീരം തളരും, കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള പ്രവൃത്തം ഉണ്ടാവും. സ്കൂൾ കോളേജിൽ നിന്ന് വന്നിട്ടും കുട്ടി അമ്മ അച്ഛനോട് സംസാരിക്കുന്നില്ല, സഹോദരമായി സംസാരിക്കുന്നില്ല, ഒറ്റയ്ക്ക് മുറിയിൽ ഇരിക്കാനുള്ള പ്രവൃത്തം ഉണ്ടാകുന്നു. കുട്ടീൻ്റെ ഫ്രണ്ട്സ് പെട്ടെന്ന് മാറുന്നു. ചെറിയ ക്ലാസ്സുകളിൽ 6ാമത്തെ 7ാമത്തെ ക്ലാസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ ഒരു വെപ്രാളമുണ്ടാവും. എപ്പോഴും ടോയ്ലറ്റിൽ പോകാൻ പറയും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഭാരം കുറയുന്നു, ഉറങ്ങുന്ന സമയത്തിൽ ഉറക്കമില്ല, ഉറങ്ങാൻ പാടില്ലാത്ത സമയത്തിൽ ഉറങ്ങുന്നു. ഈ ലക്ഷണങ്ങളാണ്. ഇത് ലഹരി വസ്തുക്കൾ അവിടെ കഴിക്കാൻ തുടങ്ങി അതിനെ സംബന്ധിച്ച ലക്ഷണങ്ങളാണ് ഇത് ആദ്യത്തെ അമ്മ അച്ഛന്മാരെ കണ്ടുപിടിക്കേണ്ടതാണ്. കണ്ടുപിടിക്കലില്ല ഒന്ന്. അഥവാ കണ്ടുപിടിച്ച ശേഷമോ മനസ്സിൽ വെച്ച് നടക്കുന്നു. എത്രത്തോളം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇങ്ങനെയുള്ള കുട്ടികളെ നന്നാക്കാൻ പറ്റും? അത് അവർക്ക് അത് ചെയ്യാനേ ഉള്ളൂ. ചിലതായിട്ട് അടുത്ത കാലത്ത് തുടങ്ങുകയാണെങ്കിൽ വരട്ടെ, ഒരു പ്രാവശ്യം നന്നായിട്ട് താക്കീത് ചെയ്യണം. കുട്ടി ഇത് ശരിയല്ല, എന്താ നിങ്ങളിത് കാണിക്കുന്നത്, ഇത് കഴിച്ചാൽ നിങ്ങളിത് ഭാവി എന്തായിരിക്കും, എന്തെങ്കിലും പറയണ്ടേ? സംസാരമില്ല. അവർ പറഞ്ഞു അവർ അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ് കുറേ അമ്മ അച്ഛന്മാർ ഇരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്കും മനസ്സിലാവുന്നു, അമ്മ അച്ഛന്മാർ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒന്നും പറയുന്നില്ല, പിന്നെ നമുക്കൊന്നും നോക്കാനില്ല, ഇത് നമ്മുടെ തുടരുക. അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തു ചെയ്യണം മനസ്സിലായില്ലെങ്കിൽ കൗൺസിലിംഗ് സെൻറ്ററിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ അവർ വയലൻ്റ് ആവുന്നു, കൂടുതൽ ഈ സാധനങ്ങൾ കഴിക്കുന്നു, എപ്പോഴും പൈസ ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകണം. ഇത് മറിച്ച് വയ്ക്കാനുള്ള സമയം കഴിഞ്ഞു. പിന്നെ പെൺകുട്ടികളുടെ കാര്യം, അവരെ ഉപയോഗിക്കുന്നത് ദേ ആർ ബീങ് യൂസ്ഡ് ആസ് കരിയേഴ്സ്. ചെറിയ കുട്ടികൾ ചെറിയ ക്ലാസ്സിലായാലും വലിയ ക്ലാസ്സിലായാലും ഈ സഹോദരനോട് പറയും, ഈ സാധനം ഇവിടെ നിന്ന് അവിടെ വരെ ഞങ്ങളെ എത്തിപ്പിച്ചാൽ മതി. സാധാരണ സ്ത്രീകളെ പെൺകുട്ടികളെ ആരും സംശയിക്കാറില്ല. അവരുടെ ഹാൻഡ് ബാഗുകളൊക്കെ എത്ര സ്ത്രീകളുടെ ശരീര പരിശോധനയോ ഇല്ലെങ്കിൽ ഹാൻഡ് ബാഗ് പരിശോധനയോ ഒക്കെ സ്കൂളായാലും കോളേജായാലും വളരെ കുറച്ചല്ലേ ഉള്ളൂ. So there are incidents where we have found that girls are being used as carriers of drugs, as being told by their brothers, their lovers or whatever. ഇതിൻ്റെ കാരണം 3 ഉള്ളൂ. ഒന്നാണ് ആകാംക്ഷ, ക്യൂരിയോസിറ്റി. ഇത് കേരളത്തിൻ്റെ കാര്യമല്ലേ, ഇത് എല്ലാം മുഴുവൻ ലോകത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ കുറച്ച് ശല്യം കുറവാണ്. അമേരിക്കയിൽ ഇത് പോയി നോക്കിയാൽ ഒരു ഇമാജിനേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ടോട്ടലി ഫിനിഷ്ഡ്. ഞങ്ങളൊക്കെ അവിടെ സർവീസിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ട്രെയിനിങ്ങിൽ ഞങ്ങളുടെ ഭാഗമായിട്ട് 2014 അവിടെ പോയി അവരുടെ എക്സ്പേർട്സുമായി ഞങ്ങൾ സംസാരിച്ചതാണ്.
അവർ പറഞ്ഞു അമേരിക്ക ഈ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ അമേരിക്ക ഹാസ് ഫെയിൽഡ്. അതായത് ഞങ്ങളവിടെ പോയ നിങ്ങളെ ആളുകൾ ഞങ്ങളെ അനുസരിക്കേണ്ട, ഞങ്ങളെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് DEA ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അമേരിക്ക വന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ദേ ആർ ഈവൻ വേഴ്സ്. യൂറോപ്പ്, അമേരിക്ക, അതിന് ഒരു ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും മോശമായ അവസ്ഥ ഇവിടെ ഇല്ല, പക്ഷേ ഇവിടെ മോശമായി കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ തടയണം. ഇത് ഞങ്ങളിതിനെ പിടിച്ചാൽ മാത്രം മതിയോ? ഈ പോലീസോ എക്സൈസോ ഞങ്ങളിത് 1000 കോടിൻ്റെ ഇപ്പോൾ പിടിച്ചു, ചിലപ്പോൾ അടുത്ത വർഷം 2000 കോടിൻ്റെ പിടിക്കും. ഇഫ് യു സേ സാർ നിങ്ങൾ മുഴുവൻ സാർ അവിടെ കേരളത്തിന് വരാനേ പാടില്ല, അത് നടക്കുമോ? ഈ ജനാധിപത്യത്തിൽ ആർക്കും 35 ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അത് അറിഞ്ഞോ? 35 lakhs. ആരും സമ്മതിക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാം, ഈ ആളുകൾ അവിടെ വീട്ടിൽ പോയി ഈ പുകയില സാധനങ്ങൾ, ഈ പാൻപരാഗ്, ജർദ, കുട്ടുക്ക, ഖേനി, ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇതിൻ്റെ ഉൽപ്പാദനവും ഇവിടെ ഇല്ല കേരളത്തിൽ. പക്ഷേ ഇഷ്ടംപോലെ ഈ മുഴുവൻ പാൻ കടകൾ അടിച്ച് പൂട്ടിയത് ഞാൻ മാത്രമാണ്. അതായത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ പാൻ കടകളില്ലാത്തത്. കർണാടക, തമിഴ്നാടിൽ ഒന്ന് പോയി നോക്കണം. എല്ലാ ജംഗ്ഷൻ ഇല്ലാത്ത ഒരു പാൻ കട ഇല്ലാത്ത ജംഗ്ഷൻ ഉണ്ടാവില്ല. കാരണം അവർക്കത് പ്രയോറിറ്റി ഇല്ല. ലഹരി വസ്തുക്കളെ പിടിക്കുക, പുകയില സാധനങ്ങളെ പിടിക്കുക, വേറെ സംസ്ഥാനങ്ങളിലെ പ്രയോറിറ്റി ഇല്ല. കേരളത്തിൽ ആ പ്രയോറിറ്റി ഉണ്ട്. അത് ഒരു കാര്യം. ഇത് ഈ സർക്കാർ വന്ന ശേഷം ഒരു പുതിയ ഒരു വിമുക്തി പറഞ്ഞ ഒരു ഏകദേശം പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവർ ഉണ്ടാക്കി. ഇപ്പോൾ 14 ഓഫീസർമാരുടെ സാങ്ഷനും വന്നു. ഈ വിമുക്തി അതാണ്. ഞങ്ങൾ ഒരു 20 കോടി രൂപ ഒരു വർഷം സർക്കാർ കൊടുക്കാൻ ഞങ്ങളെ തീരുമാനിച്ചിട്ടുണ്ട്. ബജറ്റിൽ സർക്കാരിൻ്റെ ഒരു പൊതുവെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ നോക്കിയിട്ടേ ഉള്ളൂ അവർക്ക് എത്രയും പൈസ കൊടുക്കുക. അത്രയും കിട്ടിയില്ലെങ്കിലും ഒരു 10 കോടി രൂപ വരെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്കൂൾ കോളേജുകളിൽ ഈ എല്ലാ പരിപാടികളും ഞങ്ങൾ ചെയ്യുക, ക്ലാസ് എടുക്കുക, സ്പോർട്സിൻ്റെ ഏർപ്പാട് ചെയ്യുക. ഈ ഡി-അഡിക്ഷൻ സെൻ്ററിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പളം കൊടുക്കുന്നത് ഞങ്ങളാണ്, അതായത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. 10 കോടി രൂപ എല്ലാ വർഷം ഞങ്ങൾ ആരോഗ്യ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിനോട് തരണം. അത് പറഞ്ഞിട്ട് ശേഷമാണ് ഈ പദ്ധതി തുടങ്ങിയത്. അപ്പോൾ ഈ ലഹരി വസ്തുക്കളിൽ നിന്ന് പിടിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കുന്ന ഒരേ സംസ്ഥാനം കേരളമാണ്. അതിന് ഒരു സംശയമൊന്നും വേണ്ട. സിനിമ നിന്ന് നാം ഒന്നും പഠിക്കുന്നില്ലാന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സിനിമ സ്ഥിരം കാണുന്ന ഒരാളാണ്. സിനിമ നമ്മൾ ഒന്നും പഠിക്കുന്നില്ല. ഈ കഴിഞ്ഞ 50 വർഷമായിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യം, അതിനെ തിരിച്ച് ആർക്കും പറയാൻ പറ്റുമോ? ഈ സത്യൻ സാറും പ്രേം നസീർ സാറും വേണുവും ഇപ്പോൾ മമ്മൂട്ടി സാറും മോഹൻലാലും പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒക്കെ ഇതെല്ലാം സിനിമ ആക്ടേഴ്സല്ലേ? അവർ 50 വർഷമായിട്ട് നമ്മളോട് അവരുടെ സിനിമ വഴി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? നല്ല ഒരു സമൂഹത്തിൽ നല്ല ആളായിട്ട് ജീവിക്കണം, നല്ല കാര്യങ്ങൾ മാത്രം. ഹീറോ സാധാരണ നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ. ഹസ്ബൻഡാണെങ്കിൽ ഒരു നല്ല ഹസ്ബൻഡായിട്ട് നമ്മുടെ സിനിമയിൽ ഇയാളെ കാണുകയുള്ളൂ, ഇല്ലേ? ഒരു ലവറാണെങ്കിലും ഇയാളൊരു ആ പെൺകുട്ടിയെ നന്നായിട്ട് നോക്കാനുള്ള ഒരാളായിട്ട് നമ്മൾ കാണുന്നു. സഹോദരനാണെങ്കിൽ നല്ല സഹോദരനെ കാണുന്നു. അങ്ങനെയല്ലേ നമ്മൾ 50 വർഷമായിട്ട് ഈ ഹീറോസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആരും ഇത് അനുസരിക്കുന്നുണ്ടോ? പിന്നെ നല്ല കാര്യങ്ങൾ അനുസരിക്കാത്ത ആളുകൾ പിന്നെ എങ്ങനെ മോശമായ കാര്യം? ഏതോ ഒരു സീനിൻ്റെ ആവശ്യമനുസരിച്ച് ഒരു സിഗരറ്റ് വലിക്കാനുള്ള സീൻ അവിടെ ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു കല്ല് കുടിക്കാനുള്ള സീൻ ഉണ്ടായിരിക്കാം. അതും ആ സിനിമയുടെ ആവശ്യമായിരിക്കാം. ഇപ്പോൾ ആ ആവശ്യത്തിന് താഴെ ഇപ്പോൾ അവർ എഴുതുന്നുണ്ടല്ലോ, ദിസ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, സ്മോക്കിംഗ് കിൽസ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വായിച്ചൂടെ? നമ്മളൊന്നും പഠിക്കുന്നില്ല. ഇത് ജസ്റ്റ് ആൻ എൻ്റർടൈൻമെൻറ്റ്. സിനിമ നമ്മൾ കാണുന്നു, ബോറടിക്കുന്നു, നമ്മൾ പോയി സിനിമ കാണുന്നു. സിനിമ കണ്ടിട്ട് പോയ ശേഷം സിനിമയിൽ എന്താണ് നമ്മൾ കണ്ടിട്ട് പോലും നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നല്ല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നില്ല, മോശമായ കാര്യവും ഏതോ ഒരു സീനിലോ ഇങ്ങനെ വന്നാൽ അതുകൊണ്ട് കുട്ടികൾ ഇത് പഠിക്കുന്നു. ഇതൊരു ദൃശ്യമാധ്യമമാണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. സിനിമ ഈസ് നമ്മുടെ ഈ ന്യൂസ് പേപ്പർ, TV, റേഡിയോ പോലുള്ള ഒരു ദൃശ്യമാധ്യമം മാത്രമാണ്. ഇത് നമുക്ക് തടയാൻ എങ്ങനെ പറ്റും? അങ്ങനെയാണെങ്കിൽ നാളെ
ഇൻ്റർനെറ്റ്, ഈ ടി വി, റേഡിയോ, ന്യൂസ് പേപ്പർ, ഇതെല്ലാം നമുക്ക് തടയേണ്ടി വരുമല്ലോ. അങ്ങനെയല്ല, ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് നമ്മൾ ആരും ഒന്നും പഠിക്കാറുമില്ല. കാരണം ഈ ദൃശ്യമാധ്യമങ്ങളിൽ നല്ല കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. അത് നമ്മൾ പഠിക്കണുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ നമ്മൾ അത് പഠിക്കാത്ത, അപ്പോൾ നമ്മൾ ഇതൊരു എൻ്റർടൈൻമെൻറ്റുമായിട്ട് മാത്രം എടുക്കുന്നത് സിനിമയെ. എന്നിട്ടും സിനിമയുടെ മേളിൽ എത്രയോ ഒക്കെ ഇപ്പോൾ ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ കാണിക്കുകയാണെങ്കിൽ ഇത് താഴെ ഇത് എഴുതണം, എല്ലാം മറന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ പ്രബുദ്ധരായ ഈ നാട്ടുകാർ അത് വായിച്ചൂടെ? ഏകദേശം 50,000. ഞാൻ വന്ന ശേഷം മാത്രം നോക്കുകയാണെങ്കിൽ വി ഹാവ് ടേക്കൺ നിയർലി 70,000 കേസസ്. 70,000 കേസ് പറഞ്ഞു വെച്ചാൽ ഒരു 1000 ദിവസത്തിൽ, 3 വർഷത്തിൽ ഒരു ഏകദേശം 1000 ദിവസത്തിൽ 70,000 കേസാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. അതുപോലെ 65,000 ആളുകളെ ഞങ്ങൾ ജയിലിൽ അയച്ചു. 1000 ടൺ പുകയില പിടിച്ചു. ഈ പുകയില പിടിക്കാനുള്ള നിയമം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. ഒരു ചെറിയ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, കോട്ടപ്പ സിഗരറ്റ് ആൻഡ് അതർ പ്രൊഡക്ട്സ് ആക്ട്. അതിനകത്ത് ശിക്ഷ മന്ത്രിക്കുന്നതിന് 200 രൂപ ഫൈൻ. ഇത് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ആളുകൾ ഒരു പക്ഷേ അവർക്ക് ഇത് മനസ്സിലാക്കണ്ടേ? എന്നിട്ടും ഞാനത് പിടിച്ചിട്ട് എല്ലാം കത്തി നശിക്കുന്നുണ്ട്. ഐ എം ജസ്റ്റ് ഡെസ്ട്രോയിങ് ബൈ ലൈറ്റിംഗ് എ ഫയർ ഓൺ ഓൾ ദീസ് പുകയില സാധനങ്ങൾ. ഇല്ലെങ്കിൽ ഇത് എവിടെ വയ്ക്കാൻ? ഈ 1000 ടൺ സാധനങ്ങൾ എവിടെ വയ്ക്കാൻ? അത് ഞങ്ങളത് കത്തി നശിച്ചു. പിന്നെ ലഹരി വസ്തുക്കളെല്ലാം പിടിച്ച് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കോടതിയെ ചോദിച്ചിട്ട് കോടതി ഓർഡർ അനുസരിച്ച് ഞങ്ങൾ ഇത് നശിപ്പിക്കുന്നുണ്ട്. ഇത് എത്ര പ്രാവശ്യം ഞാൻ എത്രയോ മീറ്റിങ്ങിൽ പോയി ഞാൻ അവിടെ ഡൽഹിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ NDPS, അതായത് നാർക്കോട്ടിക് ആൻഡ് ഡ്രഗ്സ് സൈക്കോട്രോപിക് ഡ്രഗ്സ് ആക്ട്, അതിനകത്ത് ഇപ്പോൾ 1 കിലോ താഴെ കഞ്ചാവ് ഉണ്ടെങ്കിൽ അന്ന് തന്നെ ജാമ്യം കിട്ടാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ഞങ്ങൾ പറഞ്ഞു ജാമ്യമൊക്കെ നിങ്ങൾ കൊടുത്തോളൂ, പക്ഷേ സ്കൂൾ കോളേജിലെ പരിസരം നിന്ന് ഈ സാധനം പിടിച്ചാണെങ്കിൽ അന്ന് ഇയാൾ കുറച്ച് സമയം ഇയാൾ ജയിലിൽ കിടക്കട്ടെ. പക്ഷേ ഒത്തിരി ആളുകൾ ജയിലിൽ കിടക്കുകയാണ്. ജയിൽ DG ആയിരുന്നു ഞാൻ. ഏത് സമയത്തിൽ കേരള ജയിലുകൾ 55 ജയിലുകൾ കേരളത്തിലുണ്ട്. 55. 3 വലിയ ജയിലുകളാണ്, 2 ഓപ്പൺ ജയിലുകളാണ്, 16 ജില്ലാ ജയിലുകളാണ്, ബാക്കി സബ് ജയിലുകളാണ് കേട്ടോ. അവിടെ കിടക്കുന്നത് 8,000 ആളുകളിൽ 4,000 ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടി, അവർ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 4,000 ആളുകൾ അവരുടെ കേസുകൾ ഇപ്പം അവരുടെ ആ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 4,000 ആളുകളിൽ നിന്ന് പകുതി 50% ആളുകൾ ഈ ആളുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ജയിലിൻ്റെ ആളുകൾ പറയുകയാണെങ്കിൽ സാർ ഇനിയും മതി, ഞങ്ങളത് വെക്കാൻ സ്ഥലമില്ല, സാറ് പിടിച്ച ദിവസം അയക്കുന്നുണ്ട്, വേർ ടു കീപ്പ്. ജയിൽ ഒന്നേ ഉള്ളൂ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് സെപ്പറേറ്റ് ജയിലൊന്നുമില്ല, ജയിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ആൾ വെക്കാത്ത അവസ്ഥയാണ്. ഒരു കേസിൽ ഒരു പ്രൊഫസർ, ഒരു ലേഡി പ്രൊഫസർ എൻ്റെ അടുത്ത് വന്നു, പേര് ഞാൻ പറയാനില്ല, വന്നിട്ട് പറഞ്ഞു സാർ എൻ്റെ മകൻ ഇപ്പോൾ ഇതിനകത്ത് പട്ടുപോയി, സാർ ഇത് എന്തെങ്കിലും ചെയ്യണം ഇതിനകത്ത്. പറഞ്ഞു താങ്കൾ എന്തുകൊണ്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത്? സാർ ഇയാളെ വന്നിട്ട് സാറ് വന്ന് ഇയാളെ പിടിച്ചിട്ട് എന്നോട് എൻ്റെ കൺട്രോൾ പോയി. അച്ഛനിൻ്റെ യാതൊരു താല്പര്യമില്ല, അച്ഛനുണ്ട് പക്ഷേ അച്ഛൻ്റെ താല്പര്യമില്ല, അച്ഛൻ തന്നെ ഇത് കുടിച്ച് നടക്കുക. അപ്പോൾ എന്തു ചെയ്യണം? എന്നെ ഈ മകനെ തള്ളുന്നു. ഈ മകൻ്റെ തള്ള് സഹിക്കാതെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ തൊട്ടടുത്ത വീടിൽ ഇപ്പോൾ വാടകയായിട്ട് ഞാൻ താമസിക്കുകയാണ്. എനിക്ക് മകൻ തള്ള് സഹിക്കാൻ വയ്യ സാർ. പക്ഷേ എന്നിട്ടും എൻ്റെ മകൻ നന്നാവണമെന്ന് ആ ഒരേ പ്രതീക്ഷ എനിക്ക് ഉള്ളൂ. സാർ എന്തെങ്കിലും ചെയ്യണം. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഒരു ദിവസം രാവിലെ അമ്മത്തനും ആ ഒരു ദിവസം രാവിലെ പോയി ഇയാളുടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ സാധനം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ സാധനം കിട്ടി പറഞ്ഞു, ശരി ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ ജയിലിൽ അയക്കും, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം, നിങ്ങളുടെ ഡി അഡിഷൻ സെൻറ്ററിലേക്ക് പോകാം. ഡി അഡിഷൻ സെൻറ്ററിലേക്ക് മതി. ഡി അഡിഷൻ സെൻറ്ററിൽ ബലമായിട്ട് ഞങ്ങൾ ഇയാളെ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചു. 15 ദിവസം ഇയാളെ നോർമൽ ആളായിട്ട് മാറ്റി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ആ പ്രൊഫസർ ഒരു ദിവസം വന്നിരുന്നു ലഡുവായിട്ടും ഒക്കെ. ഇയാളിപ്പോൾ നോർമലായിട്ടുണ്ട് സാർ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും ഇയാളുടെ
കൂടെ താമസിക്കുകയാണ്. ഇപ്പോൾ എല്ലാ പ്രശ്നം മാറി. നന്ദിയുണ്ട് സാധനം. ഇത് ഒറ്റ ഉദാഹരണമേ ഉള്ളൂ. ഇത് ദിവസേന വേണമെങ്കിൽ പറയാം. വൺ ഈസ് ക്യൂരിയോസിറ്റി ആയിട്ടൊക്കെ അവർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അറിയില്ലല്ലോ എല്ലാ ആളുകളും കഴിക്കുന്നുണ്ടോ, ഒന്നും നമ്മൾ കഴിച്ച് നോക്കാം. അവരോട് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ ഈ തമാശയ്ക്ക് വേണ്ടി കഴിച്ചു പോയാൽ ഇത് നിങ്ങളുടെ ഒരു ശീലമായിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് പിന്തിരിപ്പിക്കാനാവില്ല. നിങ്ങൾ ഇതിൻ്റെ രോഗിയായിട്ട് മാറും. ഇതൊരു രോഗമാണ്. ദി കൺസംഷൻ ഓഫ് ഡ്രഗ് ഈസ് എ ഡിസീസ്. ഇത് നന്നാക്കാനുള്ള സൈക്കട്രിസ്റ്റുമാർ ഇപ്പോൾ സമൂഹത്തിലുണ്ട്. ചൈൽഡ് സൈക്കട്രിസ്റ്റ് പോലെ ഒരു സമൂഹത്തിലെ ആളുകളൊക്കെ വന്ന് കഴിഞ്ഞു. ഇത് ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ്. സോ തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒരു പ്രാവശ്യം ആണെങ്കിലും ഉപയോഗിക്കരുത്. നമ്പർ 1. സെക്കൻഡ് ദേ യൂസ് ഈസ് പിയർ പ്രഷർ. സ്കൂളിൽ പഠിക്കുമ്പോൾ കൂടുതലുള്ള കുട്ടികളെ അവിടെ കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. അവിടെയാണ് ടീച്ചേഴ്സിൻ്റെ റോൾ വരുന്നത്. ദേ ഹാവ് ടു സ്റ്റോപ്പ് ദിസ്. ഇത് എല്ലാ കാര്യങ്ങളും പോലീസും SI നാട് മുഴുവൻ നന്നാക്കാനുള്ള അങ്ങനെ ഒരു ശബ്ദം ഞങ്ങൾ എടുത്തിട്ടുമില്ല. അത് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നുമില്ല. എത്ര കുട്ടികളുണ്ട്? 50 ലക്ഷം കുട്ടികൾ കേരളത്തിലുണ്ട്. അറിഞ്ഞോ? ദർ ആർ 50 lakhs സ്റ്റുഡൻസ്. 1ാമത്തെ ക്ലാസ് മുതൽ 18ാമത്തെ ക്ലാസ്, അത് 18ാമത്തെ വയസ്സ് വരെ എല്ലാ ആളുകളും എല്ലാ കുട്ടികളാണ്. 50 lakhs ആർ ദേ. 50 ലക്ഷം ആളുകൾക്ക് ഈ 5000-ഓളം ഉള്ള ഈ SI ഡിപ്പാർട്ട്മെൻറ്റിനെല്ലാം നന്നാക്കാൻ പറ്റുമോ? പറ്റില്ല. ഞങ്ങളത് ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുള്ളൂ. അവ ആരവനെ നന്നാക്കണം. പക്ഷേ അവർ നിർബന്ധമായിട്ട് സ്കൂൾ കോളേജിൽ പോകുന്നുണ്ടല്ലോ. സ്കൂൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഈ ടീച്ചർമാർ എന്താണ് ചെയ്യുന്നത്? പിയർ പ്രഷർ തന്നെ ഉണ്ടാവുന്ന ദ മാക്സിമം യൂസ് ഓഫ് ദ ഡ്രഗ് ഈസ് ഇൻ ദ ക്ലാസ്. സോ വാട്ട് ആർ ദ ഡൂയിങ്? ക്ലാസ്സിൽ അവർ ഉപയോഗിക്കുമ്പോൾ അവർ ചിലപ്പോൾ കഴിക്കുകയായിരിക്കും, ചവിക്കുകയായിരിക്കും, എന്തെങ്കിലും വീണുകയായിരിക്കും, സാധനം എടുത്തിട്ട് വേറെ കുട്ടിയെ കൊടുക്കാൻ ശ്രമിക്കുകയായിരിക്കും. ടീച്ചർ പറഞ്ഞ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഈ കുട്ടിക്ക് ഇല്ലായിരിക്കും. ഇതെല്ലാം ഈ ടീച്ചർ നോക്കട്ടെ. ടീച്ചർ നോക്കാനുള്ള സമയം കഴിഞ്ഞു. ടീച്ചറിൻ്റെ മക്കളും എവിടെയെങ്കിലും പഠിക്കണുണ്ടല്ലോ. അപ്പോൾ ടീച്ചറുടെ മക്കളെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ വാട്ട് എ ടീച്ചർ എക്സ്പെക്ട്സ് ഫ്രോം ദ അതർ ടീച്ചർ? അവരെ പിടിക്കണം, താക്കീത് ചെയ്യണം, ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അത് അവർ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. ഈ പിയർ പ്രഷറിൻ്റെ പ്രശ്നത്തിൽ ടീച്ചർമാർ, പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ ഇടപെട്ടിട്ടില്ലെങ്കിൽ അവസ്ഥ വളരെ മോശമായിരിക്കാം. പിന്നെ 3ാമതാണ് ചിന്ത, ടെൻഷൻ, സ്ട്രെസ് കൊണ്ടാണ് അവർ കഴിക്കുന്നത്. അവിടെയാണ് റോൾ വരുന്നത് അമ്മ അച്ഛന്മാരുടെയാണ്. ഇത് എപ്പോഴും ഇത് പരീക്ഷാ ഭയം. ഈ പരീക്ഷാ ഭയം ഉണ്ടാക്കിയത് ആരാ? കുട്ടികളല്ല, അമ്മ അച്ഛന്മാരാണ്. എപ്പോഴും അവരുടെ കുട്ടികൾക്ക് A+ ഗ്രേഡ് വേണം, എപ്പോഴും അവർ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കണം, എപ്പോഴും അവർക്ക് 90% മാർക്സിന് ശേഷമേ വരാൻ പാടുള്ളൂ, 100% റിസൾട്ടൊക്കെ ആയിരിക്കും. ആവശ്യമില്ലാത്ത നടക്കാത്ത ഈ സ്വപ്നങ്ങൾ കൊണ്ടാണ് ഈ അമ്മ അച്ഛന്മാർ നടക്കുന്നത്. എന്താ 2ാമത്തെ സ്ഥാനം കുട്ടി വന്നാൽ എന്താ ആകാശം വീണ് പോവും. 2ാമതാണെങ്കിൽ 2ാമത്തെ, അതിനെന്താ ഇതിന് വേണ്ടി ഇയാൾ എത്ര ട്യൂഷൻ വേണമെങ്കിൽ ഞാൻ ഏർപ്പാട് ചെയ്ത് തരാം. പക്ഷേ എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് A+ ഗ്രേഡാണ്. A+ ഗ്രേഡ് വന്നില്ലെങ്കിലോ? നിങ്ങളൊക്കെ ഇവിടെ പഠിച്ചവരല്ലേ? ഒരു സ്കൂളിൽ A+ ഗ്രേഡ് എത്ര ആളെയാണ് കിട്ടുന്നത്? നോട്ട് ഈവൻ 1% ഓഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ് സ്റ്റഡിങ് ഇൻ എ സ്കൂൾ ഓർ എ കോളേജ്. ശരിയല്ലേ? അപ്പോൾ ബാക്കി 99 കുട്ടികൾ, 99% കുട്ടികൾ എന്താ? അവർ വിഡ്ഢികളാണോ? പക്ഷേ അവരെ വിഡ്ഢികളെ ആക്കാനുള്ള എല്ലാ ഏർപ്പാടും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോലെയുള്ള ആളുകൾ, ഞാനും അതിന് ഒരു കുറ്റക്കാരനായിട്ടാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പോലുള്ള ആളുകളെ വിളിക്കുന്നു, A+ ഗ്രേഡുള്ള ആളുകളെ പാരിതോഷികങ്ങൾ കൊടുക്കുന്നു, A+ ഉള്ള ആളുകൾ സ്റ്റേജിൽ ഇരിക്കുന്നു, ബാക്കിയെല്ലാം സദസ്സിൽ എവിടെയൊക്കെ ഇരിക്കുന്നു. ആ സദസ്സിൽ ഇരിക്കുന്നതാണെന്ന മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു, എനിക്ക് 2-3 മാർക്സ് ചിലപ്പോൾ കുറവായിരിക്കും, എനിക്ക് A+ ഗ്രേഡ് കിട്ടിയില്ല. പക്ഷേ ഞാൻ മോശമായോ? എനിക്ക് 2 മാർക്ക് കിട്ടിയില്ല, എനിക്ക് സ്റ്റേജിൽ പോകാൻ പറ്റില്ല. ആ ഒരു ഡിവിഷൻ ഇന്ന് ഒരു സ്കൂളിൽ നമ്മുടെ ഒരു മാനസികമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ഡിവിഷൻ തന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ പാരൻസാണ്. ദേ ഷുഡ് നോട്ട് ഡു ദാറ്റ്. അവർ കുട്ടീനോട് പഠിക്കാൻ പറഞ്ഞാൽ മതി. കുട്ടി നിങ്ങളെ കഴിവനുസരിച്ച് പഠിച്ചോളൂ, നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാവില്ലെങ്കിൽ ഈ A+ ഗ്രേഡ് അവർ ശ്രമിച്ചും കിട്ടാതെ പോയ ആളുകളാണ് ഈ ലഹരി വസ്തുക്കളൊക്കെ അവിടെ കഴിക്കുന്നത്. ചിലപ്പോൾ ചില കുട്ടികൾ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നത്.
64,000 കുട്ടികൾ ഓരോ വർഷത്തിൽ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അത് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഏറ്റവും വലിയ കാരണം നമ്മുടെ നോബൽ പ്രൈസ് ജയിച്ച ആൾ അദ്ദേഹം പറയുന്നത് കൈലാസ് സത്യാർത്ഥി സർ. അദ്ദേഹം പറയുന്നത് ഈ വീട്ടിൽ ഈ പരീക്ഷാ ഭയവും പിന്നെ ഈ എപ്പോഴും ഒന്നാമത്തെ സ്ഥാനത്തിൽ ഇരിക്കാനുള്ള ആ ഒരു മോഹം ഈ അമ്മ അച്ഛന്മാർക്കുണ്ടല്ലോ. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ റീസൺസ്. ദേ ആർ റണ്ണിങ് അവേ. എവറി 8 minutes വൺ ചൈൽഡ് ഈസ് റണ്ണിങ് അവേ ഫ്രോം ഹോം. ഒഫീഷ്യൽ കണക്കാണ്. ആത്മഹത്യ 9,000 കുട്ടികൾ 2014 ആത്മഹത്യ ചെയ്തു. ഒരു വർഷത്തിൽ ആകെ മണിക്കൂറുകൾ എത്രയാണെന്ന് അറിഞ്ഞോ? 8,000 മണിക്കൂറുകളിൽ 9,000 മരണങ്ങൾ. എവ്രി അവർ വൺ ചൈൽഡ് ഈസ് കമ്മിറ്റിംഗ് സൂയിസൈഡ്. എന്തിന്? വൈ? എത്രയും വലിയ കാര്യം എന്നാണ് അവിടെ സംഭവിച്ചത്? വൈ ആർ വി ബ്രിങ്ങിങ് സോ മച്ച് ഓഫ് എ സ്ട്രെസ് ആൻഡ് ടെൻഷൻ ടു ദ ചൈൽഡ്? അമ്മ അച്ഛന്മാർ അറിഞ്ഞുകൊണ്ടല്ല അവർ ചെയ്യുന്നത്, ദുരുദ്ദേശമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു പോകുന്നു. ആൻഡ് റിസൾട്ട് ഈസ് ദിസ്. ഒന്നുമില്ലെങ്കിൽ ലഹരി കഴിക്കുക, വീട്ടിൽ ഓടിപ്പോവുക, ആത്മഹത്യ ചെയ്യുക. ഇങ്ങനെ മൂന്നും വേണ്ടാത്ത നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഈ കുട്ടീൻ്റെ ആ ജീവിതം നമ്മൾ ഒരു സിമ്പിളാക്കണം. കുട്ടി കളിക്കുന്ന സമയത്തിന് കുട്ടി കളിക്കുക, ഹോബി ക്ലാസ്സിൽ പോകുന്ന സമയത്തിന് കുട്ടി ഹോബി ക്ലാസ്. ഇത് അവർക്ക് ഡാൻസും സ്പോർട്സും ഈ സിംഗിങ്ങും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രവണത അവർ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം.